പ്രതിഷേധങ്ങളോടുള്ള ഗവർണറുടെ പ്രതികരണത്തെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രിമാരും നേതാക്കളും. ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണെന്ന മന്ത്രി വി ശിവൻകുട്ടിയും അസാധാരണമെന്ന് കെ.എൻ. ബാലഗോപാലും പി രാജീവും പ്രതികരിച്ചു. ഗവർണർക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. ഗവർണറുടേത് രാഷ്ട്രീയ നാടകമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. ഇന്ന് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത്. കേരളത്തെ ഗവർണർ വെല്ലുവിളിക്കുകയാണെന്ന് വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടി ഗവർണറുടെ നീക്കം ഭരണഘടനാ പദവി മാറുന്നെന്നും പ്രതികരിച്ചു. പദവി നോക്കാതെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നമ്മളെ കേരളത്തെ വെല്ലുവിളിക്കുകയാണ്. ഗവർണറുടേത് അത്ഭുതപ്പെടുത്തുന്ന അസാധാരണ നടപടിയെന്നായിരുന്നു മന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ മറുപടി. വളരെ അസാധാരണമായ സംഭവങ്ങളാണ് ഇതെല്ലാം. ഇത്തരം ആളുകൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നുള്ള അവരാലോചിക്കേണ്ടതാണ്. ഗവർണർ പദവി മറന്ന് പ്രവർത്തിക്കരുതെന്ന് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. ഒരു സംരക്ഷണമുള്ള ആളുകൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പദവിയിലാണ് ഇരിക്കുന്നതെന്ന് എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. എന്നാൽ കൊല്ലത്ത് ഗവർണർക്ക് നേരെ നടന്നത് തീക്കളിയെന്ന് വി മുരളീധരൻ ആരോപിച്ചു. ഗവർണറെ ഗുണ്ടകളെ ഉപയോഗിച്ച് അപായപ്പെടുത്താൻ സാഹചര്യമൊരുക്കിയെന്നും വിമർശനം. ഇത് തീക്കളിയാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. ഗവർണറെ ഈ ഗുണ്ടകളെ കൊണ്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമൊരുക്കുക, ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു. മുൻകൂർ നിശ്ചയിച്ചതനുസരിച്ചാണോ ഗവർണറുടെ പ്രവൃത്തിയെന്ന് സംശയിക്കുന്നതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. വി മുരളീധരന്റെ പ്രകോപന പ്രസ്താവനയും അതിന്റെ ഭാഗമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. കേരളത്തിൽ നടക്കുന്നത് കടുത്ത ഭരണഘടനാ ലംഘനമെന്നും ഗവർണർ പോലും കേരളത്തിൽ സുരക്ഷിതനല്ലെന്നും കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ അധികാരവും സ്വാതന്ത്ര്യവും അവകാശവും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്നാൽ സർക്കാരിന് പ്രശ്നം വരുമ്പോൾ ഗവർണറുമായി പ്രശ്നമുണ്ടാക്കി രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടാൽ സംസാരിക്കില്ല. LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ രണ്ടുപേരും, കണ്ടാൽ മിണ്ടൂല്ല. ഒരാൾ തിരിഞ്ഞു നിൽക്കും, ബൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും. ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ എല്ലാ സൗകര്യവും സർക്കാർ ഒരുക്കി കൊടുക്കുകയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.